ഇന്നു മുതൽ രാജ്യത്ത് നിരവധി സാമ്പത്തിക ഭരണപരമായ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ. പ്രവാസികൾ ഉൾപ്പെടെയുള്ള EPF വരിക്കാർ, ആധാർ ഉപയോക്താക്കൾ, പാസ്പോർട്ട് അപേക്ഷകർ, ആദായ നികുതിദായകർ എന്നിവരെ നേരിട്ട് ബാധിക്കുന്ന പരിഷ്കാരങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത്. 5 ദിവസത്തെ മെയിന്റനൻസിന് ശേഷം EPFOയുടെ എല്ലാ ഓൺലൈൻ സേവനങ്ങളും വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. മെമ്പർ പോർട്ടലും എംപ്ലോയർ പോർട്ടലും ഇനി സാധാരണ പോലെ ഉപയോഗിക്കാം. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇമെയിൽ വിലാസം ഔദ്യോഗിക മൊബൈൽ ആപ്പ് വഴി പുതുക്കുന്നത് ഡിസംബർ 31 വരെ സൗജന്യമാണ്. മുൻപ് ഈ സേവനത്തിന് ഫീസ് ഈടാക്കിയിരുന്നു. അതേസമയം പാസ്പോർട്ട് അപേക്ഷാ ഫീസിൽ വലിയ വർധനവ് നിലവിൽ വന്നു. സാധാരണ 36 പേജുള്ള പാസ്പോർട്ടിന്റെ ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായും തൽക്കാൽ അപേക്ഷാ ഫീസ് 5000 രൂപയായും ഉയർന്നിട്ടുണ്ട്. മറ്റു പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകളിലും മാറ്റമുണ്ട്. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് പിഴയില്ലാതെ ITR ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31. അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കി നേരത്തെ നടപടികൾ പൂർത്തിയാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. LPG, PNG കണക്ഷനുകളുമായി ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങളും ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള LPG വിതരണം നിർത്തലാക്കുമെന്ന ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല.